കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പ്രത്യേക ഘടകകക്ഷിയാകണമെന്ന ആവശ്യമുന്നയിച്ച് ജോസഫ് വിഭാഗം മുഖ്യമന്ത്രിയെ കണ്ടു. സീറ്റ് തർക്കത്തെ തുടർന്നാണ് ഈ നീക്കം. ജോസഫ് വിഭാഗം തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുകയാണ്. സജേഷ്, നിർണായകമായ പല തർക്കങ്ങളും അസംതൃപ്തികളും കേരള കോൺഗ്രസിൽ അടുത്തിടെയായി ഉടലെടുത്ത് വരികയാണ്. ഏറ്റവും ഒടുവിൽ അജിംഷാദ് പ്രത്യേക കക്ഷിയാക്കണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗം ഇപ്പോൾ ഉയർത്തുന്നത്. PJ ജോസഫിൻ്റെ നിയമസഭയിലെ മുറിയിൽ മോൻസ് ജോസഫും TU കുരുവിളയും ഉൾപ്പെടെയുള്ള MLA-മാർ ഇന്ന് പ്രത്യേക യോഗവും ചേർന്നു. കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രത്യേക കക്ഷിയാക്കണമെന്ന ആവശ്യമാണ് ജോസഫ് വിഭാഗത്തിനുള്ളത്. ജോസഫിൻ്റെ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആ വാക്കുകൾ തന്നെ കേരള കോൺഗ്രസിലെ ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. പ്രശ്നങ്ങളുണ്ട്, ചർച്ചകൾ തീർന്നിട്ടില്ല. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച തുടരുകയാണ് എന്ന മറുപടിയാണ് PJ ജോസഫ് നൽകിയത്. KM മാണി ഈ മുഖ്യമന്ത്രിയുടെയും ഭാഗത്ത് നിന്ന് അനുനയ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്രശ്നങ്ങളില്ലെന്ന് നിഷേധിച്ച് ഇരുവരും രംഗത്ത് വന്നു. എന്നാൽ അത്ര പെട്ടെന്ന് തീരുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. PJ ജോസഫ് വിഭാഗത്തിൽ ജോസഫ് ഒഴികെയുള്ള നേതാക്കൾക്ക് മുന്നണി തന്നെ വിട്ടുപോകണം എന്ന നിലപാടുണ്ട്. ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ്, KC ജോസഫ്, മോൻസ് ജോസഫ് തുടങ്ങിയ പ്രധാനപ്പെട്ട ജോസഫ് വിഭാഗത്തിലെ നേതാക്കൾ എല്ലാവരും തന്നെ മുന്നണി വിടണം എന്ന അഭിപ്രായമുള്ളവരാണ്. PJ ജോസഫ് മാത്രമാണ് UDF-ൽ നിൽക്കണം, അവസാന വട്ടം വരെ ചർച്ചകൾ തുടരണം എന്ന ആഗ്രഹത്തിലുള്ളത്. ആ നിലയ്ക്കാണ് പ്രത്യേക കക്ഷിയായി നിലനിൽക്കാനുള്ള ആവശ്യം ജോസഫ് ഗ്രൂപ്പ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. പ്രധാനമായും സീറ്റ് തന്നെയാണ് പ്രശ്നം. 4 സീറ്റിലായിരുന്നു ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നത്. ഈ 4 സീറ്റ് പോലും നൽകാൻ തയ്യാറല്ലെന്ന നിലപാടിലേക്ക് മാണി വിഭാഗം മാറിയിരുന്നു. ജോസഫ് ഗ്രൂപ്പ് 6 സീറ്റ് ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ LDF-ൽ നിന്നപ്പോൾ 6 സീറ്റിലായിരുന്നു മത്സരിച്ചിരുന്നത്. 8 സീറ്റ് വരെ PJ ജോസഫിന് LDF നൽകിയിരുന്നു. ഇതനുസരിച്ച് 4 സീറ്റിൽ മാത്രം മത്സരിക്കുന്ന സാഹചര്യം ഇനി അംഗീകരിക്കാനാകില്ല. പ്രത്യേകിച്ചും ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു. ആന്റണി രാജുവിനെ പോലെ ജോസഫ് വിഭാഗത്തിലെ മുതിർന്ന നേതാവ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തെക്കൻ കേരളത്തിൽ ആന്റണി രാജുവിന് ഒരു സീറ്റ് വേണം, ഫ്രാൻസിസ് ജോർജിന് പൂഞ്ഞാർ സീറ്റ് നൽകണം. ഈ ആവശ്യമാണ് PJ ജോസഫ് വിഭാഗം ഉയർത്തുന്നത്. അതിൽ കുറഞ്ഞ ഒരു നിലപാടും അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ജോസഫിനൊപ്പമുള്ളവർ. അജിംഷാദ്, തീർച്ചയായും ജോസഫ് ഗ്രൂപ്പിൽ ഇപ്പോൾ രൂപം കൊള്ളുന്നത് പ്രത്യേക ഘടകകക്ഷിയാകണമെന്ന ആവശ്യം, അതുമായി ബന്ധപ്പെട്ട ചർച്ച. എന്നാൽ ജോസഫ് വിഭാഗത്തിലെ ഒരു വിഭാഗത്തിന് തീർച്ചയായും അതിൽ നിന്ന് വിട്ടുമാറി മുന്നണിയിൽ നിന്ന് തന്നെ മാറി വരണമെന്ന്, ഒരുപക്ഷെ പ്രത്യേക ഘടകകക്ഷിയാകും എന്ന ആവശ്യം പ്രായോഗികമായി അവരുടെ ആവശ്യം സാധൂകരിക്കുന്നതാകുമോ സജേഷ്? അജിംഷാദ്, ഇതിൽ സീറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ജോസ് കെ മാണിയുമായി ഉള്ള അഭിപ്രായ വ്യത്യാസം ഇതിന് ആക്കം കൂട്ടുന്നു. ജോസഫ് വിഭാഗം നേതാക്കൾ എല്ലാവരും തന്നെ ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു എന്ന നിലപാടുള്ളവരാണ്. ആശയപരമായി പോലും BJP-യുമായി മൃദു സമീപനം സ്വീകരിക്കുന്നു. അത് അംഗീകരിക്കാനാവില്ല. ഒപ്പം ജോസഫ് വിഭാഗം നേതാക്കളെ ഒട്ടാകെ അവഗണിക്കുന്ന രീതിയാണ് ജോസ് കെ മാണിക്കുള്ളത്. ജോസ് കെ മാണിയെ ഈ രീതിയിൽ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകില്ല എന്നതാണ് ജോസഫ് വിഭാഗത്തിലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. അതിനോടൊപ്പമാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ സീറ്റ് തർക്കം കടന്നു വരുന്നതും ജോസ് കെ മാണിയെ അംഗീകരിക്കാത്തവർ പുറത്തു പോകണം എന്ന തരത്തിലേക്കൊരു നിലപാടിൽ മാണി എത്തുന്നതും. അതോടുകൂടിയാണ് ഈ തർക്കത്തിന് ആക്കം കൂട്ടുന്നത്. ആ ഘട്ടത്തിലാണ് മാണി 2 സീറ്റ് മാത്രമേ നൽകാനാകൂ. അതിൽ ഏറ്റുമാനൂർ സീറ്റിലേക്ക് കടുത്തുരുത്തിയിൽ നിന്ന് മോൻസ് ജോസഫ് മാറണം എന്നാവശ്യപ്പെട്ടത്. കടുത്തുരുത്തി കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും കുറച്ച സീറ്റുകളിൽ ഒന്നാണ്. അവിടെ നിന്ന് ഏറ്റുമാനൂർ പോലെ ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള ഒരു സീറ്റിലേക്ക് മാറാൻ മോൻസ് ജോസഫിനോട് ആവശ്യപ്പെടുന്നത് പോലും കൃത്യമായി തന്നെ ജോസഫ് വിഭാഗത്തെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമമായി ജോസഫ് വിഭാഗം കരുതുന്നു. അതുകൊണ്ട് ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് ജോസഫ് വിഭാഗത്തിലെ 90% നേതാക്കളും പങ്കുവെക്കുന്നു. ജോസഫ് മാത്രമാണ് ഇനി മുന്നണിയിൽ തുടരണം, UDF-നൊപ്പം തുടരണം എന്ന നിലപാട്, അതിനായി അവസാനവട്ടം വരെ ചർച്ച നടത്തണമെന്ന നിലപാട് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും സജേഷാണ് വിവരങ്ങൾ നൽകിയത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം കടുത്ത ഭിന്നതയിലേക്ക്, പിളർപ്പിലേക്ക് നീങ്ങുന്നു. ജോസഫ് വിഭാഗത്തിൻ്റെ ഉന്നതതല യോഗത്തിൽ ഇതിന് സമാനമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾക്ക് തയ്യാറായിരിക്കുന്നു. പ്രത്യേക ഘടകകക്ഷിയാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അവർ മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ മുന്നണി വിടുന്നതിനെ സംബന്ധിച്ചും ചില വിഭാഗങ്ങൾ ജോസഫ് ഗ്രൂപ്പിൽ അഭിപ്രായം ഉയർത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് സജേഷ് ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. കേരള കോൺഗ്രസ് പിളരുന്നു എന്ന വാർത്ത നിഷേധിച്ച് മുഖ്യമന്ത്രി. PJ ജോസഫ് ഇത്തരം ഒരാവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങൾ തെറ്റായി വാർത്ത നൽകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങളൊക്കെ
യാതൊരു സത്യവുമായിട്ട് ബന്ധമില്ലാത്ത വാർത്തകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്നെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ശ്രീ പി ജെ ജോസഫും ഞങ്ങളെല്ലാവരും ഇന്ന് ഒന്നിച്ചുണ്ടായിരുന്നു, അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു. ജനങ്ങളെ ഇങ്ങനെ കൗളിപ്പിക്കരുത്. ഏതെങ്കിലും സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു സമയത്തും ഉന്നയിച്ചിട്ടില്ല. കേരള കോൺഗ്രസിൽ പിളർപ്പ് സംബന്ധിച്ച വാർത്ത നിഷേധിച്ച് കെ എം മാണി. പാർട്ടിയിൽ ഗ്രൂപ്പ് തർക്കമില്ലെന്നും സീറ്റ് ചർച്ച നടത്തിയിട്ടില്ലെന്നും കെ എം മാണി ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സലിംഗ് ചേരുന്നു. ദില്ലിയിൽ എന്താണ് സന്തോഷ് മാണി പറഞ്ഞത്? ജിംഷാദ്, ഡൽഹിയിൽ കേരള കോൺഗ്രസിന്റെ റബ്ബർ സമരവുമായി ബന്ധപ്പെട്ട് എത്തിയതായിരുന്നു മാണി. ഇതിൽ ജോസഫ് വിഭാഗം പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും നിലവിൽ ഈ പാർട്ടി പിളരുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പൂർണ്ണമായും കെ എം മാണി തള്ളിക്കളഞ്ഞു. കെ എം മാണി പറഞ്ഞത് ജോസഫ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഒരു സീറ്റ് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെ രണ്ട് വിഭാഗമായി പാർട്ടിയിൽ ഇപ്പോൾ ആരും നിലനിൽക്കുന്നില്ല എന്നുകൂടി മാണി പറയുകയും ചെയ്തു. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രധാനമായും അദ്ദേഹം നിഷേധിച്ചത് ജോസഫ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടു എന്ന വാർത്ത തന്നെ തെറ്റാണ് എന്നുകൂടി കെ എം മാണി പറയുകയുണ്ടായി. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എന്നാൽ കേരള കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് പിളർപ്പ് സംബന്ധിച്ച വാർത്ത മാണി നിഷേധിച്ച സാഹചര്യത്തിലാണ് പി ജെ ജോസഫിന്റെ പ്രസ്താവന. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ്. പിന്നെ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നമുക്ക് സെപ്പറേറ്റ് ബ്ലോക്ക് ആവശ്യപ്പെട്ടു എന്ന് വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി പാർട്ടിയിലെ ചിലർക്കെങ്കിലും ഉണ്ടോ? എങ്ങനെ? ഈ മാണി വിഭാഗം തുടർച്ചയായി അവഗണിക്കുന്നു. ഇല്ല, അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. പിന്നെ ഈ ഇന്നിപ്പോൾ വന്ന വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ്. മുഖ്യമന്ത്രിയെ പിന്നെ സ്വാഭാവികമായിട്ടും നിയമസഭയിലല്ലേ ഇങ്ങനെയൊരു വിഷയം മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉന്നയിക്കുകയോ ആവശ്യം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ നിലവിൽ ഈ 4 സീറ്റിൽ തൃപ്തരാണോ? അങ്ങനെ തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന് കൂടുതൽ സീറ്റ് വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ഫ്രാൻസിസ് ജോർജ് ഇത്തവണ മത്സരിക്കും ഉൾപ്പെടെയുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റില്ലെന്നാണ് മാണി സാർ അടക്കമുള്ളത്. അല്ല, കാര്യങ്ങളങ്ങനെ ആ നിലയിൽ അവസാനമായി പറയാവുന്നൊരു സ്ഥിതിയല്ല. ആ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളുണ്ട്, ചർച്ചകൾ തുടരും. നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ പ്രതിഷേധം മറികടക്കാനാകാതെ നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി സർക്കാരിന്റെ ഒളിച്ചോട്ടം. പാമോലിൻ കേസിലെ കോടതി പരാമർശം ചൂണ്ടിക്കാട്ടി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ നിയമസഭയെ തന്നെ സർക്കാർ ഇല്ലായ്മ ചെയ്യുന്നുവെന്ന് വി എസ് അച്യുതാനന്ദനും ആരോപിച്ചു. പാമോലിൻ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് തെളിവായിരിക്കുന്നുവെന്ന തൃശൂർ വിജിലൻസ് കോടതിയുടെ പരാമർശമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചാ നോട്ടീസ്. കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന വിജിലൻസ് കോടതി പരാമർശിച്ച പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തൽസ്ഥാനം രാജിവെക്കണമെന്ന് നോട്ടീസ് നൽകി സംസാരിച്ച രാജു എബ്രഹാം ആവശ്യപ്പെട്ടു. എന്നാൽ പ്രസക്തമല്ലാത്ത ഒരു പ്രതിയുടെ ഡിസ്ചാർജ് പെറ്റീഷൻ പരിഗണിക്കവേ കോടതി നടത്തിയ പരാമർശത്തിന് യാതൊരു പ്രാധാന്യവും പ്രസക്തിയുമില്ലെന്ന് മറുപടി പറഞ്ഞ ആഭ്യന്തരമന്ത്രി സൂചിപ്പിച്ചു. വിഷയത്തിൽ രാഷ്ട്രീയ പ്രേരിതമായി പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. തുടർന്ന് മറുപടി പറയാൻ മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പാമോലിൻ കേസിൽ സർക്കാർ ഖജനാവിന് 1 രൂപയുടെ പോലും നഷ്ടമുണ്ടായിട്ടില്ല. തന്നെ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മറുപടി പറഞ്ഞ ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. മന്ത്രിമാരുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഴിമതിയുടെ പേരിൽ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അഴിമതിയുടെ പേരിൽ കോടതികളിൽ നിന്ന് കവിളത്ത് തുടരെ അടികിട്ടുകയാണെന്നും തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പാമോയിൽ കേസ് ഉപയോഗിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യം അരിഞ്ഞു വീഴ്ത്തിയത് കെ കരുണാകരനെയാണെന്നും VS ചൂണ്ടിക്കാട്ടി. സ്പീക്കറുടെ നടപടിയെ തുടർന്നുണ്ടായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സ്പീക്കർ ശ്രമിച്ചപ്പോൾ പ്രതിഷേധം ശക്തിപ്പെടുത്തി പ്രതിപക്ഷം അതിനെ പ്രതിരോധിച്ചു. തുടർന്ന് സ്പീക്കർ സഭ 1 മണിക്കൂറിലധികം നിർത്തിവെച്ചു. പിന്നീട് സഭ പുനരാരംഭിച്ചപ്പോൾ നാളത്തെ സഭയിലെ ബിസിനസ് ഇന്ന് തന്നെ നടത്തണമെന്ന പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ച് ഭരണപക്ഷം അത് പാസാക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ കോടതി വിധികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നടപടികൾക്ക് വിരാമമിടാനും സഭ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുമുള്ള അത്യന്തം ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്
ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ 2 ദിവസത്തെ ബിസിനസ് വേഗത്തിൽ നടത്തി 13ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് തിരശ്ശീലയിട്ടു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പി ജയരാജനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. ഇതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലാണ്. വിവരങ്ങളുമായി ഒപ്പം സഞ്ചരിച്ച് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദും ചേരുന്നു. സാലി, ഇപ്പോൾ ജയരാജന്റെ അവസ്ഥ എവിടെ എത്തി ആംബുലൻസ്? അത് ഏതാണ്ട് ഒരു 7 മണിയോടുകൂടി തിരുവനന്തപുരത്ത് ശ്രീചിത്രയിൽ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഹരിപ്പാടിനടുത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ലഘുഭക്ഷണത്തിനായി നിർത്തിയിരിക്കുകയാണ്. അല്പസമയം തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ യാത്ര പുനരാരംഭിക്കുകയും ചെയ്യും. ഇന്ന് രാവിലെ 9:45 കൂടിയാണ് തൃശ്ശൂർ നിന്ന് അമല ആശുപത്രിയിൽ നിന്ന് ഇന്നലെ അപകടത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചിരുന്ന അമല ആശുപത്രിയിൽ നിന്നും യാത്ര പുനരാരംഭിച്ചത്. ഇതിനിടെ ഏതാണ്ട് അങ്കമാലി പിന്നിട്ടപ്പോൾ അദ്ദേഹത്തിന് നേരിയ നെഞ്ചുവേദന അനുഭവപ്പെടുകയും നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹം ഒപ്പമുണ്ടായിരുന്ന കാർഡിയോളജി വിഭാഗം ഡോക്ടറോട് ഇത് സൂചിപ്പിക്കുകയും ചെയ്തതിനെ തുടർന്ന് തൊട്ടടുത്തുള്ള എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ജനറൽ ആശുപത്രിയിൽ ICUവിൽ അദ്ദേഹത്തെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിനിടെ ECG പരിശോധനയും നടത്തി. ECGയിൽ നേരിയ വ്യതിയാനം കണ്ടതിനെ തുടർന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം വിശ്രമിക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. 1 മണിക്കൂർ വിശ്രമത്തിന് ശേഷം യാത്ര പുനരാരംഭിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സ ലഭ്യമാണ് എന്ന അഭിപ്രായം തന്നെയാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗം മേധാവിയും പറഞ്ഞതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര എന്നതുകൊണ്ട് തന്നെ യാത്ര തുടരാൻ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ അനുവദിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹരിപ്പാടിനടുത്തൊരു സ്വകാര്യ ഹോട്ടലിൽ ലഘുഭക്ഷണത്തിനായി നിർത്തിയിരിക്കുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും CPM പ്രവർത്തകർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനും ഒക്കെയായി ഉണ്ട്. ഒപ്പം ഓരോ ജില്ലകളിൽ നിന്നും CPM പ്രവർത്തകർ വാഹനത്തിൽ ഒപ്പം സഞ്ചരിക്കുന്നുണ്ട്. വലിയൊരു പോലീസ് സന്നാഹമുണ്ട്. ഒപ്പം മാധ്യമ പടയുമുണ്ട്. ഏതായാലും 7-7:30 തിരുവനന്തപുരത്ത് എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും പി ജയരാജനെ വഹിച്ചുകൊണ്ടുള്ള പി ജയരാജനുമായുള്ള ആംബുലൻസ് ഹരിപ്പാട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഒപ്പം സഞ്ചരിച്ച് ഞങ്ങളുടെ പ്രതിനിധി സാലി മുഹമ്മദ് നൽകിയ വിവരങ്ങളാണ്. പി ജയരാജൻ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് കടുത്ത ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് പിണറായി വിജയൻ. ജയരാജനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള CBIയുടെ വ്യഗ്രതയും അസമയത്ത് ആരോഗ്യനില കണക്കിലെടുക്കാതെ ആംബുലൻസിൽ തലസ്ഥാനത്തേക്ക് അയച്ച് അപകടത്തിൽപ്പെടുത്തിയ സർക്കാരിൻ്റെ നടപടിയും സംശയങ്ങൾ ഉയർത്തുന്നു. RSS ആസൂത്രണമനുസരിച്ച് ജയരാജന് നേരെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നത്. ഇതിൽ ജനാധിപത്യ വിശ്വാസികളുടെ ആകെ പ്രതികരണം ഉയരണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. പി ജയരാജനെ തിരുവനന്തപുരത്തേക്ക് രാത്രിയിൽ കൊണ്ടുപോയതിൽ ദുരൂഹത. വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള നീക്കം കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പ ഇടപെട്ട് മുടക്കി. ആംബുലൻസ് വഴിയുള്ള പകൽ യാത്ര ഇല്ലാതാക്കുന്നതിന് പിന്നിലും ഈ സൂപ്രണ്ടിന്റെ കരങ്ങളായിരുന്നു. പി ജയരാജനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉന്നത ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതർ സ്വീകരിച്ച നടപടികളെല്ലാം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പയായിരുന്നു സർക്കാർ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. പി ജയരാജന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നും എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും കാട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സംഘം അശോകൻ അരിപ്പയ്ക്ക് റിപ്പോർട്ട് നൽകിയത് ഈ മാസം 20-ന്. എന്നാൽ അശോകൻ അരിപ്പ 3 ദിവസം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. വിമാനത്തിലോ തീവണ്ടിയിലോ പി ജയരാജനെ സുരക്ഷിതമായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ അശോകൻ അരിപ്പ തീരുമാനിച്ചത് റോഡ് മാർഗം കൊണ്ടുപോകാൻ, അതും അർദ്ധരാത്രിയിൽ മതിയായ സുരക്ഷ പോലും ഏർപ്പെടുത്താതെ. വേണ്ടത്ര പ്രാവീണ്യമില്ലാത്ത ഡ്രൈവറെയായിരുന്നു പി ജയരാജൻ സഞ്ചരിച്ച ആംബുലൻസ് ഓടിക്കാൻ നിയോഗിച്ചതെന്ന് ഡ്രൈവറുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട്. അല്ല, ഞാൻ ലോങ് അധികം പോയിട്ടില്ല. കോഴിക്കോട്, മലപ്പുറം, കോട്ടക്കൽ ആ ഡിഷനിലെ വണ്ടി പോയി. ലോങ് ഒരാൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാനും ചോദിച്ചിട്ടില്ല. പി ജയരാജനെ അർദ്ധരാത്രിയിൽ കൊണ്ടുപോയി അപകടത്തിലേക്ക് തള്ളിവിട്ടതിനെ പറ്റി അന്വേഷിക്കണമെന്നും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അശോകൻ അരിപ്പയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MP ജയരാജൻ ആവശ്യപ്പെട്ടു. ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ജയിൽ സൂപ്രണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സർക്കാർ എടുക്കേണ്ടതാണ്. ഒരു സാധാരണ മനുഷ്യന് കിട്ടേണ്ട നീതി പോലും ജയരാജന് കിട്ടിയില്ല. സംസ്ഥാനത്തെ ഉന്നതനായ CPIM നേതാവിന്റെ ജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. PV കുട്ടൻ, കോഴിക്കോട്.
അർദ്ധരാത്രി ഉറക്കമിളച്ച് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഒരാളെ കൊണ്ടുപോയതിൽ ദുരൂഹതയുണ്ടെന്നും 99 മുതൽ അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങളെങ്കിലും അധികൃതർ പരിഗണിക്കണമായിരുന്നുവെന്നും പി ജയരാജന്റെ ഭാര്യ യമുന പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അദ്ദേഹത്തെ ഇപ്പോഴും ഭരണകൂടവും സംഘപരിവാർ ശക്തികളും ഇല്ലാതാക്കാൻ ശ്രമം തുടരുന്നു എന്നതിന്റെ തെളിവാണ് ഈ കൃത്യവിലോപമെന്നും അവർ പറഞ്ഞു. ഫെബ്രുവരി 12-നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി പി ജയരാജനെ ജില്ലാ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ജയിൽ സൂപ്രണ്ടാണ് അദ്ദേഹത്തിന്റെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി പറഞ്ഞിരുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ പരിശോധനാ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്നും ECGയിൽ പ്രശ്നങ്ങളുണ്ടെന്നുമുള്ള നിർദ്ദേശങ്ങളാണ് ഡോക്ടർമാർ നൽകിയത്. ഇതുപ്രകാരം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം ആഭ്യന്തര വകുപ്പടക്കം ജയിൽ സൂപ്രണ്ടിന്മേൽ സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കിയതാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. 1999 ആക്രമണത്തിന് വിധേയനായി ശരീരമാസകലം വെട്ടിക്കീറി തുണ്ടുതുണ്ടാക്കിയ ശേഷമാണ് പി ജയരാജന് 4 തവണ ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനാകേണ്ടി വന്നത്. തുടർന്നും ചികിത്സ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പിന്തുടർന്ന് ശാരീരികമായും മാനസികമായും ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമം സർക്കാരിന്റെയും RSSന്റെയും ഒത്തുകളിയിൽ നടക്കുകയാണെന്ന് ഭാര്യ യമുന പറയുന്നു. ഏകദേശം 10ഓളം ഗുളികകൾ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്തരം ശാരീരിക പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാളെ തികച്ചും ഒരു മുൻകരുതലുകളും എടുക്കാതെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി രണ്ടാമതൊരു ഡ്രൈവറുടെ സേവനം പോലും ആംബുലൻസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ ധൃതി പിടിച്ച് ശ്രീചിത്രയിലേക്ക് മാറ്റുന്നതിന് അധികൃതരുടെ ഒരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കൂത്തുപറമ്പിൽ നിന്നും ജനകീയനായി വളർന്ന പി ജയരാജൻ സംഘപരിവാർ സംഘടനകളുടെ കണ്ണിലെ കരടായി മാറിയതും അവിടെ നിങ്ങോട്ട് അനുഭവിച്ച പീഡനങ്ങളും ഇന്നും തുടരുകയാണെന്നതിന്റെ തെളിവാവുകയാണ് രോഗശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന ഇത്തരം നീതികേടുകൾ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഗ്രാഫിക്സ് തിരുത്തി വ്യാജ വാർത്ത പ്രചരിപ്പിച്ച മാധ്യമപ്രവർത്തകനെതിരെ കൈരളി പീപ്പിൾ TV നിയമ നടപടിക്കൊരുങ്ങുന്നു. പീപ്പിൾ TVയും സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസും സംയുക്തമായി നടത്തിയ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേയിൽ ഉപയോഗിച്ച ഗ്രാഫിക്സ് തിരുത്തിയതാണ് നിയമ നടപടിക്ക് ആധാരം. ജയ്ഹിന്ദ് TV കൊച്ചി ബ്യൂറോയിലെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീനാഥാണ് സോളാർ കേസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന ഗ്രാഫിക്സ് തിരുത്തിയത്. സർക്കാരിനെതിരെ സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ ആര് എന്ന ചോദ്യമാക്കിയാണ് തിരുത്തിയത് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി വെബ് ഡെസ്കിൽ നിന്നും NM ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, എന്തൊക്കെയാണ് ഗ്രാഫിക്സിൽ മാനിപ്പുലേഷൻ നടത്തിയത്? അജിംഷാദ്, ഇന്നലെ പീപ്പിൾ TVയും സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസും ചേർന്ന് പുറത്തുവിട്ട അഭിപ്രായ സർവേയുടെ വിവരങ്ങൾ നമ്മൾ സംരക്ഷണം ചെയ്തപ്പോൾ അതിൽ സോളാർ കേസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന ചോദ്യത്തിന് നമ്മളെ സർവേയിൽ പങ്കെടുത്ത് നൽകിയ മറുപടി അതിന് നൽകിയ ഗ്രാഫിക്സ് കാർഡിലാണ് ഫോട്ടോഷോപ്പിൽ തിരുത്തലുകൾ വരുത്തി തെറ്റിദ്ധാരണജനകമായ അഭിപ്രായമായി ജയ്ഹിന്ദ് TVയിലെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീനാഥ് ഫേസ്ബുക്കിൽ ഇന്ന് പ്രചരിപ്പിച്ചത്. അതായത് സോളാർ കേസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ കുടിപ്പകയാണെന്ന് 20.9% പേർ അഭിപ്രായപ്പെടുകയും ഗുരുതരമാണെന്നും അന്വേഷണം വേണമെന്നും 56.6% പേർ അഭിപ്രായപ്പെടുകയും രാഷ്ട്രീയ മൂല്യങ്ങൾ അധപ്പതനമാണെന്ന് 4.6 പേർ അഭിപ്രായപ്പെടുകയും 17.9% പേർ പ്രതികരിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. ഇത് തിരുത്തി ഇതിലെ ശതമാന കണക്ക് അതേപടി നിലനിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ സരിത ഉന്നയിച്ച ആരോപണങ്ങൾ പിന്നിൽ ആര് എന്ന രീതിയിൽ ഫോട്ടോഷോപ്പിൽ ഈ ഗ്രാഫിക്സ് കാർഡ് മാനിപ്പുലേറ്റ് ചെയ്യുകയും അതിൽ ബാർ മുതലാളിമാരാണ് ആരോപണങ്ങൾ പിന്നിൽ എന്ന് 20.9% പേർ അഭിപ്രായപ്പെട്ടതായി കാണിക്കുകയും CPIM ആണെന്ന് 56.6% പേർ അഭിപ്രായപ്പെട്ടതായി കാണിക്കുകയുമാണ് ശ്രീനാഥ് ചെയ്തത്. ഇത് സൈബർ കുറ്റകൃത്യ പ്രകാരവും അപകീർത്തികരമായ കുറ്റകൃത്യങ്ങൾ പ്രകാരവും ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എതിരെയാണ് നമ്മൾ കൈരളി TV നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. അജിംഷാദ്, തീർച്ചയായും ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാരനെതിരെയാണ് നിയമ നടപടിയിലേക്ക് പോകുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ നിയമ നടപടി? അതുമായി ബന്ധപ്പെട്ട തീർച്ചയായും അജിംഷാദ്, തീർച്ചയായും കൈരളി പീപ്പിൾ TVയും സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസും ചേർന്ന് നടത്തിയ വസ്തുതാപരമായ പഠനത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ വളരെ വേഗത്തിൽ അത് പ്രചരിക്കും. പ്രത്യേക രാഷ്ട്രീയപരമായ പോസ്റ്റുകൾ വളരെ വേഗത്തിൽ അത് പ്രചരിക്കുന്നതാണ്. ഇത്തരത്തിൽ പ്രചരിക്കുന്ന രീതിയിലാണ് തെറ്റിദ്ധാരണജനകമായ പോസ്റ്റ് ശ്രീനാഥ് ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത്. അതിന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ
ഷെയറുകളും ലൈക്കുകളും വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ നിയമ നടപടി മുന്നോട്ട് പോകുമ്പോൾ കേസെടുക്കുകയാണെങ്കിൽ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കുമെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിംഷാദ്. ശരി, എൻ എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ ടി വിയുടെ സർവേ ഫലത്തെ തെറ്റായി ഗ്രാഫിക്സ് നൽകി പ്രചരിപ്പിച്ച മാധ്യമപ്രവർത്തകനെതിരെ നിയമ നടപടിക്ക് പീപ്പിൾ ടി വി ഒരുങ്ങുന്നു. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് എൻ എം ഉണ്ണികൃഷ്ണൻ നൽകിയത്.